ഈ IPL സീസണിൽ 42 മാച്ചസ് ഇപ്പോൾ കഴിയുമ്പോൾ നമുക്ക് കണ്ണടച്ചുകൊണ്ട് മിസ്റ്റർ കൺസിസ്റ്റന്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരു ബാറ്റ്സ്മാനേ ഉള്ളൂ, അത് ഹെൻറിക് ക്ലാസനാണ്. കഴിഞ്ഞൊരു മാച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് മാച്ചിന് ഏത് സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കണം അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, ഭയങ്കര ലോ സ്കോറിലാണ് നിൽക്കുന്നത്, വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ ഗിയറൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് മെല്ലെ ആയിരിക്കും ക്ലാസൻ തുടങ്ങുന്നത്. ഒന്ന് സ്റ്റാൻഡ് ചെയ്തതിനു ശേഷം കുറച്ചൊന്ന് അടിച്ച് ആ ഒരു സ്ട്രൈക്ക് റേറ്റ് ആ ഒരു മിനിമം ലെവലിൽ, അതായത് വിക്കറ്റ് അടിച്ചാൽ വിക്കറ്റ് തോന്നുന്ന ഒരു പിച്ചാണെന്നുണ്ടെങ്കിൽ ആൾ സൂക്ഷിച്ചേ കളിക്കത്തുള്ളൂ. അതനുസരിച്ചായിരിക്കും ആളുടെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാവുക. പക്ഷെ അതേസമയം സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഈ മാച്ചിൽ നല്ലോണം അടിക്കുക തന്നെ വേണം, അടിച്ചെന്നെ കളിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആൾ അടിക്കേണ്ട രീതിയിൽ നല്ല രീതിയിൽ അടിക്കുകയും ചെയ്യും. പക്ഷെ ക്ലാസന്റെ ആ ഒരു ക്ലാസ് ഒരിക്കലും വിട്ടു പോകാറില്ല. അത് 6 അടിക്കുന്ന സമയത്താണെങ്കിലും 4 അടിക്കുന്ന സമയത്താണെങ്കിലും സിംഗിൾസ് എടുക്കുന്ന സമയത്താണെങ്കിലും ഡബിൾസ് എടുക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു സ്ട്രൈക്ക് റൊട്ടേഷനൊക്കെ പക്കയാണ് ആള്. ഒരു പെർഫെക്റ്റ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തരുന്ന ഒരു പ്ലെയർ ആണ് ശരിക്കും SRHന്റെ ഹെൻറിക് ക്ലാസൻ. ക്ലാസൻ ഈ സീസണിൽ അടിച്ചുകൂട്ടിയ റൺസിന്റെ ഒരു സംഭവം ഞാൻ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ, ഒന്ന് നോക്കട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് പോലും സിംഗിൾ ഡിജിറ്റ് ഇല്ല. അത് മാത്രമല്ല, ഏകദേശം എല്ലാം 25-ന് മേലെയാണ് സ്കോർ. ഇതിൽ ഏറ്റവും ലോ സ്കോർ എന്ന് പറയുന്നത് 29 29 തൊട്ടിട്ട് 65 വരെ ആള് സ്കോർ ചെയ്തിട്ടുണ്ട് ഓരോ മാച്ചസിൽ. ഇതിൽ തന്നെ 4 50s 4 30+ ഉണ്ട്. ഒരു മാച്ചിൽ മാത്രമാണ് 29 റൺസ് എടുത്തത്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ലോ സ്കോർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ടോട്ടൽ 9 മാച്ചസ് എന്നാട്ടോ ഇത്രയും സ്കോർ എടുത്തേക്കണേ. ആളുടെ ടോട്ടൽ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 414 റൺസാണ്. 59-ന്റെ മേലെയാണ് ബാറ്റിംഗ് ആവറേജ് ഉള്ളത്. അതാണ് ആളുടെ ഒരു പ്രത്യേകത. അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദ് അത്രയും സ്പെഷ്യൽ ആവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു ബാറ്റിംഗ് സംഭവം തന്നെയാണ്. കാരണം എടുത്തു പറയേണ്ടത്, നമ്മളെ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മ ഇപ്പോഴും ഓറഞ്ച് ക്യാപ്പിൽ ടോപ്പിൽ നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഹെൻറിക് ക്ലാസൻ. കാരണം ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മിഡിൽ ഓർഡറിൽ ക്ലാസൻ നോക്കിക്കോളും. ഇപ്പൊ അഭിഷേക് ശർമ്മ ഔട്ടായാൽ പോലും ക്ലാസൻ കളി ജയിപ്പിച്ചിട്ടുള്ള ഓരോ മാച്ചസ് ഉണ്ട്. അതാണ് ക്ലാസന്റെ ഒരു ക്ലാസ് എന്ന് പറയാനുള്ളത്. നമ്മളെ ഈ പോസ്റ്റിന്റെ അടിയിൽ ഞാനൊന്ന് കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കിയ സമയത്ത് മനസ്സിലെന്ന് വെച്ചാൽ അവിടുത്തെ ഓറഞ്ച് ആർമി ഉണ്ടല്ലോ, അവര് വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് കാട്ടേരമ്മ കൊടുക്കുന്നതാണ്. അതായത് നമ്മളെ കാട്ടേരമ്മ, നമ്മൾ സലാർ മൂവിൻ്റെ അകത്തൊക്കെ കണ്ട സാധനമല്ലേ കാട്ടേരമ്മ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ആ ഒരു കൊടുക്കുന്ന പറഞ്ഞാൽ എൻ്റെ അറിവില് കുട്ടിയാണെന്ന് തോന്നുന്നല്ലേ, അങ്ങനെ എന്തോ ആണ്. അപ്പം എന്തായാലും ആ ഒരു രീതിയിൽ അത്രയും മാസാണ്, അത്രയും ഡിസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്. ഇതുവരെ എടുത്തു പറയേണ്ടത് ഇദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ട് ഇനി വേറെ ആരെങ്കിലും ഉണ്ട്? കാരണം ഇപ്പോൾ IPL സീസണിൽ ഇത്തവണ നമുക്ക് മിസ്റ്റർ കൺസിസ്റ്റന്റ് എന്ന് ഇപ്പൊ വിളിക്കാം ക്ലാസനെ. വേറെ ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടുക. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.